ലോകത്തെ നടുക്കിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടന ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുപോയ ഒന്നാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉദയവും റഷ്യ യുക്രൈൻ യുദ്ധം പോലെയുള്ള ആഗോള സംഘർഷങ്ങളും ലോകശ്രദ്ധ കവർന്നപ്പോൾ അണിയറയിൽ അൽ ഖ്വയ്ദ തങ്ങളുടെ കരുത്ത് 50 മടങ്ങ് വർദ്ധിപ്പിച്ചുവെന്നാണ് UN നിരീക്ഷണ സമിതിയുടെ കണ്ടെത്തൽ. സെപ്റ്റംബർ 11 ആക്രമണ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു അംഗബലത്തിലേക്കും വിപുലമായ ശൃംഖലയിലേക്കും ഈ സംഘടന വളർന്നിരിക്കുന്നു എന്നത് ആഗോള സുരക്ഷാ ഏജൻസികളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്നു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി പുറത്തുവന്ന കണക്കുകൾ പ്രകാരം അൽ ഖ്വയ്ദയ്ക്ക് ഇന്ന് ലോകമെമ്പാടുമായി ഏകദേശം 25,000 അംഗങ്ങളുണ്ട്. 2001 അമേരിക്കയിൽ ആക്രമണം നടത്തുമ്പോൾ വെറും 5,000 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണിത്. എന്നാൽ ഈ സംഖ്യയേക്കാൾ ഗൗരവകരമായ മറ്റൊരു വശം അവരുടെ റിക്രൂട്ട്മെന്റ് രീതികളിൽ വന്ന മാറ്റമാണ്. ഒരു കാലത്ത് കടുത്ത മതമൗലികവാദവും അതുപോലെ പ്രത്യയശാസ്ത്രവും മുറുകെ പിടിച്ചിരുന്നവർ മാത്രമായിരുന്നു ഈ സംഘടനയുടെ ഭാഗമായിരുന്നതെങ്കിൽ ഇന്നത്തെ അൽ ഖ്വയ്ദ തങ്ങളുടെ വല വിരിക്കുന്നത് ദാരിദ്ര്യത്തിലും പ്രാദേശിക തർക്കങ്ങളിലും പെട്ടുഴലുന്ന മനുഷ്യരിലേക്കാണ്. അൽ ഖ്വയ്ദയുടെ പഴയകാല അംഗങ്ങൾ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തമുള്ളവരായിരുന്നുവെങ്കിൽ പുതിയ അംഗങ്ങളിൽ പലരും കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്കോ പ്രാദേശികമായ രാഷ്ട്രീയ പരാതികൾ പരിഹരിക്കാനോ വേണ്ടിയാണ് സംഘടനയിൽ ചേരുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലും നിലനിൽക്കുന്ന കടുത്ത ദാരിദ്ര്യം അൽ ഖ്വയ്ദ തന്ത്രപരമായി ഉപയോഗിക്കുന്നു. പണം നൽകിയും ജീവിത സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തും യുവാക്കളെ ആകർഷിക്കുന്ന ഇവർ വലിയൊരു സൈന്യത്തെയാണ് നിശബ്ദമായി കെട്ടിപ്പടുക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ ബോധ്യമില്ലാത്ത ഈ പുതിയ അംഗങ്ങൾ സംഘടനയുടെ ആഗോള അജണ്ട പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരല്ലെങ്കിലും ഏത് സമയത്തും വിനാശകരമായ ആക്രമണങ്ങൾ നടത്താൻ പാകപ്പെട്ട ഒരു ആയുധമായി അവരെ മാറ്റിയെടുക്കാൻ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭീകരപ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ അപകടകരമാക്കാം എന്നതിനെക്കുറിച്ച് അൽ ഖ്വയ്ദയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഡ്രോണുകൾ നിർമ്മിക്കാനും അത്യാധുനിക സ്ഫോടക വസ്തുക്കൾ വികസിപ്പിക്കാനുമുള്ള വീഡിയോ ട്യൂട്ടോറിയലുകൾ പോലും സംഘടന ഇന്ന് പ്രചരിപ്പിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിലെ ഈ മാറ്റം ഭീകരാക്രമണങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ ഭീതിതമായ മറ്റൊരു വസ്തുത ഇവർ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ് എന്നതാണ്. 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ പോലും തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ സംഘടിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഇവർക്ക് പരിശീലനം നൽകുന്നതിലൂടെ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു പോരാളി സമൂഹത്തെ സൃഷ്ടിക്കാനാണ് അൽ ഖ്വയ്ദ ലക്ഷ്യമിടുന്നത്. ഒരു കാലത്ത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും മാത്രം പ്രവർത്തിച്ചിരുന്ന അൽ ഖ്വയ്ദ ഇന്ന് വികേന്ദ്രീകൃതമായ ഒരു രീതിയാണ് പിന്തുടരുന്നത്. ആഫ്രിക്കയിലെ സഹേൽ മേഖല മുതൽ ഏഷ്യയിലെ ഉൾപ്രദേശങ്ങൾ വരെ അവരുടെ സാന്നിധ്യം പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഓരോ പ്രാദേശിക ഘടകങ്ങൾക്കും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുന്നു എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഒരു കേന്ദ്രം തകർത്താൽ സംഘടന ഇല്ലാതാകും എന്ന പഴയ രീതി ഇവിടെ ഫലിക്കില്ല എന്നതാണ് ഇതിന് കാരണം. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ അധികാരം പിടിച്ചെടുത്തതോടെ അൽ ഖ്വയ്ദയ്ക്ക് ലഭിച്ച ഉണർവ് ചെറുതൊന്നുമല്ല. തങ്ങളുടെ മണ്ണിൽ ഭീകരപ്രവർത്തനം അനുവദിക്കില്ലെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് താലിബാൻ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അൽ ഖ്വയ്ദയും താലിബാനും തമ്മിലുള്ള ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറം ആഴത്തിലുള്ള ഒന്നാണ്. താലിബാന്റെ സംരക്ഷണയിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് അൽ ഖ്വയ്ദയുടെ പ്രധാന പരിശീലന കേന്ദ്രമായി മാറിയിരിക്കുന്നു. മറ്റ് ഭീകര സംഘടനകൾക്ക് പരിശീലനവും ഉപദേശങ്ങളും നൽകുന്ന ഒരു സർവീസ് പ്രൊവൈഡറായി അൽ ഖ്വയ്ദ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയുമായുള്ള അൽ ഖ്വയ്ദയുടെ ബന്ധം തെക്കനേഷ്യൻ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. പാകിസ്ഥാനിൽ സമീപകാലത്തുണ്ടായ രക്തരൂക്ഷിതമായ പല ആക്രമണങ്ങൾക്ക് പിന്നിലും ഈ കൂട്ടുകെട്ടിൻ്റെ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. അഫ്ഗാനിസ്ഥാന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡ ശാഖ സജീവമാണ്. താലിബാനുമായുള്ള ബന്ധത്തിന് വിള്ളൽ വീഴാതിരിക്കാൻ ഇത്തിഹാദ് ഉൽ മുജാഹിദീൻ പാകിസ്ഥാൻ പോലെയുള്ള പുതിയ പേരുകളിലാണ് ഇവർ പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നത്. ഇത് അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ കൗശലപരമായ നീക്കമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അൽ ഖ്വയ്ദയുടെ ഈ വളർച്ച വലിയ ആശങ്കയാണ് നൽകുന്നത്. AQIS തലവൻ ഒസാമ മഹ്മൂദ്, ഉപമേധാവി യഹിയ ഗൗരി എന്നിവർ കാബൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നത് ഈ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. താലിബാൻ ഭരണത്തിന് കീഴിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ടെന്ന് UN റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേവലം അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നതിലുപരി ഓൺലൈൻ വഴി യുവാക്കളെ സ്വാധീനിച്ചും പ്രാദേശിക സംഘർഷങ്ങൾ മുതലെടുത്തും രാജ്യത്തിനുള്ളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അൽ ഖ്വയ്ദയുടെ ഈ തിരിച്ചുവരവ് ലോകമൊട്ടും പ്രതീക്ഷിച്ചതല്ല.
മറ്റ് ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനിടയിൽ ഇത്തരം ഭീഷണി നിസ്സാരമായി കാണുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് ഐക്യരാഷ്ട്രസഭ നിരീക്ഷിക്കുന്നു. ഭീകരവാദം എന്നത് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് അതിൻ്റെ രൂപവും ഭാവവും മാറി നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. അന്താരാഷ്ട്ര തലത്തിലുള്ള ശക്തമായ സഹകരണവും കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്ന രീതിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുതിയ ഭീഷണിയെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അൽ-ഖ്വയ്ദയുടെ അംഗസംഖ്യയിലെ വർധനവും അവരുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റവും വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിലേക്കാണ്. ലോകം പഴയതിനേക്കാൾ കൂടുതൽ പരസ്പര ബന്ധിതമായ ഒരു കാലഘട്ടത്തിൽ ഒരു കോണിലുണ്ടാകുന്ന തീപ്പൊരി ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദാരിദ്ര്യം, രാഷ്ട്രീയ അസ്ഥിരത, സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എന്നിവ ഭീകരവാദത്തിൻ്റെ വളർച്ചയ്ക്ക് വളമാകുന്നു. അതിനാൽ തന്നെ സൈനികമായ നടപടികൾക്കൊപ്പം സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളിലൂടെ മാത്രമേ ഈ വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ സാധിക്കൂ. അൽ-ഖ്വയ്ദയുടെ നിശബ്ദമായ ഈ വളർച്ചയെ ഗൗരവത്തോടെ കാണേണ്ടത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.